ഹായ് ഗൈസ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നവ്യ ഓരോ കാര്യങ്ങളായിട്ട് ജ്വല്ലറിയിൽ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വിവരങ്ങളും ആദർശിന് ചോർത്തി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യ ചോർത്തി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ ഡീലിൽ മൂർത്തീസ് ജ്വല്ലറിക്കാർ അനി വിജയിച്ച് വന്നിരിക്കുന്നത്. അത് അബിക്കൊരു വല്ലാത്തൊരു അടിയായിട്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ. നാഗേന്ദ്രയുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല. അതേസമയം നാഗേന്ദ്രയെ അബിയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അബിയെ വിളിച്ച് നാഗേന്ദ്ര സംസാരിക്കുന്നത് വീഡിയോ കോളിലൂടെയാണ്. അത് നമ്മുടെ നവ്യ കാണുകയാണ് കേട്ടോ. അപ്പം നവ്യ വിചാരിക്കുന്നുണ്ട്, ഇവൻ ആരോടായി സംസാരിക്കുന്നത്, അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. നവ്യ അതൊക്കെ റെക്കോർഡ് ചെയ്യാണ്. അത് എന്നിട്ട് ആദർശന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സീരിയൽ ഒരു വഴിത്തിരിവ് തന്നെ ആവുകയാണ് കേട്ടോ. ആരാണ് ഈ ജ്വല്ലറിക്ക് പിറകിലുള്ളതെന്ന് ആദർശന് കണ്ടെത്താനുള്ള ഒരു പ്രധാന കാര്യം ഇതായിട്ട് മാറുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയും നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ അനിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ആ ഡീല് സ്വന്തമാക്കിയതിന്. അങ്ങനെ നന്ദു അനിയോട് പറയുന്നുണ്ട്, അനി എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ ആ ഡീല് സ്വന്തമാക്കിയില്ലേ. നിന്റെ വിചാരം നിനക്ക് MD കസേരയിൽ ഇരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെ അവനവന് ഏറ്റെടുത്ത ജോലി മനോഹരമായിട്ട് നിന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. ഇപ്പം നിനക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയാണ്, അതൊക്കെ നേരാണ്. ഈ ഡീല് സ്വന്തമാക്കി അബിയുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ് നന്ദു. അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സന്തോഷമായി എല്ലാവർക്കും. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് നന്ദു എന്ന് പറയാം. നന്ദു പറയുന്നുണ്ട്, നിനക്ക് നല്ല കഴിവുണ്ടനി, നീ നന്നായിട്ട് ജ്വല്ലറി നിനക്ക് നോക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് നന്ദു അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദർശേട്ടൻ്റെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡീലൊക്കെ സ്വന്താക്കിയത്. ആദർശേട്ടൻ അതിനു വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും നയനേടത്തി അതിനുവേണ്ട ഡിസൈൻസൊക്കെ മനോഹരമായിട്ട് ചെയ്തു തരികയും ഒക്കെ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഡീല് സ്വന്തമാക്കാൻ പറ്റിയത്. നമ്മുടെ ഡിസൈനുകളെയൊക്കെ ഒരുപാട് അവർ പുകഴ്ത്തി പറയുകയും ചെയ്തു. മാത്രമല്ല ഇതിലെ ആ ഡീലിൽ വയ്ക്കുന്ന ആ ഒരു സംഭവം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശേട്ടൻ. അതനുസരിച്ച് നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് നേടാൻ പറ്റിയത്, അല്ലാതെ എൻ്റെ മാത്രം കഴിവൊന്നും അല്ലാന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് നേരാ, ആദർശേട്ടൻ്റെ സപ്പോർട്ട് നിനക്കുണ്ടായിരിക്കും, പക്ഷെ നിനക്കൊന്നിനും കഴിയില്ല എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അതൊക്കെ എങ്കിൽ മാറിയില്ലേ, നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻ എന്ന് പറയാണ്. അപ്പോൾ അനി പറയാണ്, ഇനിയിപ്പം നമ്മുടെ വിവാഹ കാര്യത്തിലും കൂടെ ഒരു മുന്നോട്ടൊരു നീക്കുപോക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പം നന്ദു പറയാം, നിനക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഒരുപാട് നീളാതെ നമുക്കത് സാധിക്കാൻ പറ്റുമായിരിക്കും. ഇരു കൂട്ടരുടെയും ആ ഒരു ബുദ്ധിമുട്ട്, ആ തടസ്സങ്ങൾ അതൊക്കെ മാറി കിട്ടുമായിരിക്കും എന്ന് പറയുമ്പം അനി പറയാണ്, അതെന്ത് ചെയ്യാനാ, ആ അനാമിക അവളാണെങ്കിൽ ഒരു ഡിവോഴ്സിന് സമ്മതിക്കാതെ നിൽക്കുകയാണ് ഇപ്പോഴും. ഒറ്റക്കാലിൽ തന്നെ അവൾ നിൽക്കുക എന്ന് പറയാം. അപ്പോൾ നന്ദു ചോദിക്കുക, അവൾ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് തരാമെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നതെന്ന് പറയാൻ. അതൊക്കെ പറഞ്ഞതാ, പക്ഷേ അവൾക്കിപ്പം എന്തോ ഒരു മനംമാറ്റം, ആരോ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അവൾ പറയുന്നത് അവൾക്ക് ആ കോമ്പൻസേഷൻ കിട്ടണം, അത് നല്ലൊരു തുക കിട്ടണം, എന്നിട്ട് മാത്രമേ ഡിവോഴ്സ് തരുവോളെന്നാ. അതുകൊണ്ട് കഴിഞ്ഞ ഹിയറിങ്ങിനും നീട്ടിവച്ചിരിക്കുക കോടതി. ഇനിയും അവൾ അങ്ങനെ തന്നെ പറയും. പക്ഷേ ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയേ ഉള്ളായിരുന്നു അനാമികയ്ക്കും വേണുവിനും രേവതിക്കും ഒക്കെ. പക്ഷേ ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, നീ പോയി നവീനേട്ടനെ ഒന്നുകൂടെ കണ്ടു നോക്ക്, നവീനേട്ടനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഡീല് ചെയ്യാൻ പറ, നീ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് പറയാണ്. പനി പറയുന്നുണ്ട്, നേരാ, നവീനി ഒന്നുകൂടെ പോയി കാണണം, എനിക്ക് ഇന്ന് തന്നെ ഞാൻ പോയി കാണുമെന്ന് പറയണം. അങ്ങനെ അനി പോയിട്ട് നവീനെ കാണുകയാണ് കേട്ടോ. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, ഇത്തിരി ദേഷ്യമൊക്കെയാണ് നവീന്, കാരണം നന്ദു അനിയുടെ മനസ്സിലുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ നന്ദുവിനെ സ്വന്തമാക്കാൻ അനി ശ്രമിക്കുന്നുണ്ടോയെന്നും തൻ്റെ പ്രണയം നന്ദുവിനെ അറിയിക്കാതിരിക്കുന്നുണ്ടോയെന്നും അതിന് തടസ്സം നിൽക്കുന്നുണ്ടെന്നൊക്കെ നവീൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അനിയോടിപ്പം ഇത്തിരി ദേഷ്യത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നവീൻ ആ വിവരങ്ങളൊക്കെ അനാമികയോട് പറഞ്ഞതും കുറച്ചുകൂടി നീട്ടി ഡിവോഴ്സ് കൊടുത്താൽ മതി, കോമ്പൻസേഷൻ കിട്ടണം എന്ന് തന്നെ തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അനാമികയെ കൊണ്ട് ഇക്കാര്യത്തിനൊക്കെ നീക്കം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അനി വന്ന് പറയാണ് നവീനോട്. പക്ഷേ നവീൻ ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്.
അനി പറയുന്നുണ്ട്, നവീനെ ഞാൻ നിന്നെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വന്നാന്ന് പറയാം. അല്ല എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? ഇപ്പം ഇത്ര നേരി കണ്ട് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനാണോ എന്ന് ചോദിക്കാം. അപ്പം അനി പറയാം, അതെ ഒഫീഷ്യലായിട്ട് തന്നെയാണ്. എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം നിനക്കറിയാലോ. അനാമിക ദേ ഇപ്പോഴും ഷാഢ്യത്തിൽ തന്നെയാണ്. ഒന്ന് ഒതുങ്ങി വന്നതാ. മ്യൂച്വൽ ഡിവോഴ്സ് തരാമെന്ന് അവൾ പറഞ്ഞതാ. എന്തെങ്കിലുമൊക്കെ ചെറിയ തുക കോമ്പൻസേഷനും മതിയെന്ന് പറഞ്ഞതാ. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു തുക കോമ്പൻസേഷൻ വേണം, കോടികൾ തന്നെ വേണമെന്നുള്ളൂ ഒരു വാശിയിലാണ്. പക്ഷേ അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആ വാശി കുറഞ്ഞായിരുന്നു. പക്ഷേ അനാമിക ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഡിവോഴ്സിൻ്റെ കാര്യം നീണ്ടു പോവുകയാണല്ലോ എന്ന് പറയണം. അപ്പം അനിയോട് ഉടനെ നവീൻ പറയുന്നുണ്ട്, അത് നേരാ, അനാമികയ്ക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്നുള്ളൊരു ന്യായം കൂടിയാണ്. നിന്റെ ഭാര്യയല്ലായിരുന്നോ, അനന്തപുരി തറവാട്ടിലെ മരുമോളല്ലായിരുന്നോ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കിട്ടണ്ടേ, അതുകൊണ്ടായിരിക്കും അവൾ വാശി പിടിക്കുന്നതെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അല്ല നീ എന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എല്ലാം പറഞ്ഞ് ഡീലാക്കി തരാമെന്ന് പറഞ്ഞല്ലേ, ഇനിയും അവൾ കോമ്പൻസേഷൻ ചോദിച്ചാൽ കോടികൾ അവൾക്ക് കൊടുക്കണം എന്നാണോ നീ പറയുന്നത്? അപ്പം നവീൻ പറയാം, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ചുകൂടിയൊക്കെ നീണ്ടു പോകും. അല്ല നമുക്ക് നോക്കാം, അവളങ്ങനെ പറയട്ടെ, കുറച്ചുകൂടിയൊക്കെ നീണ്ടു പോട്ടെ എന്നൊക്കെ നവീൻ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അനിക്ക് മനസ്സിലെന്തോ ഒരു പ്രയാസം പോലൊക്കെ തോന്നി അനി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ ജ്വല്ലറിയിലെ മാനേജറായിട്ട് ഇരിക്കുകയാണല്ലോ. അങ്ങനെ അബി ഭയങ്കര അഹങ്കാരത്തോടു കൂടിയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ ജ്വല്ലറി ആണല്ലോ എന്നുള്ളൊരു വാശിയിൽ. അങ്ങനെ വളരെ ലേറ്റായിട്ടൊക്കെ തന്നെയാണ് വന്നത്. അങ്ങനെ ലേറ്റായിട്ട് അബി സ്ഥിരം വരാൻ തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി കേട്ടോ, നമ്മളെല്ലാവരും ലേറ്റായിട്ട് വന്നാൽ ഡേവിഡ് സാറ് ഇങ്ങനെ വല്ലോ ഇരിക്കുമോ? ഇതിപ്പം എന്നും അബി സാറ് ലേറ്റായിട്ട് വരുന്നു, നേരത്തെ പോകുന്നു, ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അബി സാറിനെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്യുന്നില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ എന്തെല്ലാം നടന്നേനെ. കാര്യം അബി സാറ് മാനേജറൊക്കെയാണ്, എന്നാലും മാനേജറിന് സമയം പാലിക്കണ്ടേ? ഇതിപ്പോൾ എത്രയായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആ വഴി ഡേവിഡ് വരുന്നുണ്ട് കേട്ടോ. ഡേവിഡ് പക്ഷേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡിന് മനസ്സിൽ തോന്നുകയാണ്, ഇവിടെ സ്റ്റാഫിനൊക്കെ തോന്നുന്നുണ്ട് അബിയോടൊരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. അവരെല്ലാവരും ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഇനിയിപ്പം അങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്നില്ലെന്നാക്കാം, അബിയെ അവരുടെ മുമ്പിൽ വെച്ച് ഒന്ന് ശകാരിച്ചേക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ മീറ്റിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും കൂടി ഇരിക്കുമ്പം അബിയും ഉണ്ട് കേട്ടോ. അബി വലിയ ഗമയിൽ തന്നെ ഇരിക്കുന്നത്, ഡേവിഡിനെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഡേവിഡിനോട് പോലും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെയാണ് അബിക്ക്. അപ്പോഴേക്കും ഉടനെ തന്നെ സ്റ്റാഫിൽ ചിലരൊക്കെ ഈ ലേറ്റായ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ലേറ്റായി വന്ന ഡേവിഡ് സാറ് സമ്മതിക്കാറില്ലല്ലോ, പക്ഷേ അബി സാറ് ഇപ്പോൾ പലപ്പോഴും ലേറ്റായിട്ടാണല്ലോ വരുന്നത് എന്ന് ഉന്നയിക്കുകയാണ്. അപ്പോഴേക്കും ഡേവിഡ് ഉടനെ പറയാണ്, അബി സാറ് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ ഈ സമയത്താണ് വന്നത്. അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ, ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്യണം. കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കട്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അബി സാറിന് അറിയില്ലാത്തത് കൊണ്ടാണ്. കാര്യം ഇവിടെ സ്റ്റാഫിനൊക്കെ ഒരു നിയമമുണ്ട്, അത് പാലിക്കാൻ ഏത് മാനേജരായാലും അവരെല്ലാവരും അതിന് ഉത്തരവാദികളാണെന്ന് പറയണം. അപ്പോൾ അബിക്കങ്ങ് ദേഷ്യം വരാണേ, എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഇരുന്നിട്ട് ഇവൻ എന്നെ ഭരിക്കാൻ വരുന്നോ? കൊള്ളാം, ഇവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തേക്കാന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കാം. അങ്ങനെ അബി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇറങ്ങിപ്പോവാണ് എല്ലാവരും. അന്നേരം ഡേവിഡ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴേക്കും വിളിക്കുകയാണ് അബി, ഡേവിഡ് അവിടെ നിന്ന് നിന്നേ. അപ്പം ഡേവിഡ് തിരിഞ്ഞ് നിൽക്കുക, എന്താ അബി സാറേ? അല്ല ഇപ്പം സ്റ്റാഫിൻ്റെ ഒക്കെ മുമ്പിൽ താൻ ഷൈൻ ചെയ്യുന്ന കണ്ടല്ലോ, തനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ ഇതെൻ്റെ അച്ഛൻ്റെ കമ്പനിയാണെന്നുള്ള കാര്യം. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളപ്പം ഞാൻ വരും, ഇഷ്ടമുള്ളപ്പം ഞാൻ പോകും. അത് ചോദ്യം ചെയ്യാൻ എൻ്റെ അച്ഛൻ്റെ വെറൊരു സ്റ്റാഫായ തനിക്കെന്താ അവകാശമുള്ളത്? അപ്പോൾ ഉടനെ തന്നെ പറയണം, അബിമോനെ ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അബിസാറിൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള അതിനൊരു മാറ്റം വരാൻ അവർക്കാർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, താൻ അങ്ങനെയൊന്നും പറയാനൊന്നും വരണ്ട. ഈ അബി ആരാണെന്ന് തനിക്കറിയില്ല അല്ലേ? ഈ അബിക്ക് തോന്നുന്ന പോലെ അബി ഇവിടെ ചെയ്യും. അത് താൻ എന്നോട് ചോദ്യം ചെയ്യാനും ഭരിക്കാനും ഒന്നും വരേണ്ട കാര്യമില്ല എന്ന് പറയാം. ശരി, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ഡേവിഡ് അതുകൊണ്ട് ഇറങ്ങിപ്പോവാ. അപ്പം ഡേവിഡ് മനസ്സിലോർക്കുന്നുണ്ട്, ചുമ്മാതല്ല ഇവിടെ ഇവനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയത്, അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ജോലിയും പോയത്. ഇതുപോലൊരു അഹങ്കാരി ഇവനൊക്കെ നിലത്ത് നിൽക്കില്ല എന്ന് ഡേവിഡും വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി ക്യാബിനിലിരിക്കുകയാണ്. ക്യാബിനിലിരിക്കുന്ന സമയത്ത് തന്നെ നേരെ അബി ഇങ്ങനെ ഇരുന്നിട്ട് മാളവികയുടെ കാര്യം ആലോചിക്കുക. അവൾ കുറച്ച് ഡിസൈനൊക്കെ അന്ന് ചെയ്തു തന്നു, ഒന്നിനും കൊള്ളില്ലായിരുന്നെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നയന അതിലും നല്ല ഡിസൈൻ ചെയ്തു. എന്തായാലും മാളവികയെ വിളിച്ചൊന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുക.
അങ്ങനെ മാളവികയെ ഫോൺ വിളിക്കുകയാണ്. അപ്പം മാളവികയെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സാർ, അല്ല എൻ്റെ ക്യാബിനിലേക്കൊന്നും വന്നേ മാളവിക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമ്മളന്ന് ഡീലിന് കൊണ്ടുപോയ ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈൻസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനാണെന്ന് പറയണം. അങ്ങനെ മാളവികയെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ മാളവിക ക്യാബിന് ഡിസൈനൊക്കെ ആയിട്ട് വരിക. അന്നേരം പറയുന്നുണ്ട് മാളവിക ഇവിടെ ഇരിക്കുമെന്ന് പറയാം. അപ്പം മാളവിക അവിടെ ഇരിക്കുകയാണ്. മാളവികയോട് പറയുന്നുണ്ട്, മാളവിക അന്ന് ചെയ്തു തന്ന ഡിസൈനുകളൊക്കെ വളരെ നന്നായിരുന്നു, പക്ഷേ അതിൽ മെച്ചപ്പെട്ടായിരുന്നു നയന ചെയ്തത്. അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് ആ ഡീല് കിട്ടിയത്. മാളവിക ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ചുകൂടി നല്ല ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാളവിക ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, നീ 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 തോറ്റുപോയെന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം മാളവിക കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാടാ അതൊക്കെ. ആ ഡിസൈനുകളെ ഞാൻ ചെയ്തതല്ല, അതും നയന മേഡം ചെയ്ത് തന്നെ എനിക്ക് തന്നതാണ്. അതാ നിനക്ക് കൊണ്ടു തന്നത്. അതിൽ ഒരുപടി ബെറ്റർ ആയിട്ടുള്ളതാ മൂർത്തീസ് ജ്വല്ലറിക്കാർ ചെയ്തത്. നീ തോക്കാൻ വേണ്ടിയിട്ട് തന്നെയാടാ ഞാൻ ചെയ്തത് എന്നൊക്കെ മനസ്സിലിങ്ങനെ മാളവിക ചിന്തിക്കുക. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അല്ല മാളവിക എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാളവിക പറയും, ഒന്നുമില്ല, എന്നാലും സാറേ നമുക്ക് ആ ഡീല് കിട്ടിയില്ലല്ലോ, അതോർത്തപ്പം എനിക്കൊരു വിഷമം തോന്നി, അതും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. എന്തിനാ മാളവിക വിഷമിക്കുന്നത്? അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മാളവികയെ പോലെ സ്മാർട്ടായ ഒരു പെൺകുട്ടി ഇവിടെ ഒരു ഡിസൈനറായിട്ടുള്ളപ്പം ഇനിയും ഇതിൽ ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഇതിപ്പോൾ ഒരു ഡീല്, അതാ അനി അവൻ ചതിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് നേടിയേനെ. അവർ ഡീലിൽ വരുന്നുണ്ടെന്ന് അവൻ പറയാതെ അവൻ തന്ത്രപൂർവ്വം കളിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ആദർശ് കൂടി കാണും. അതുകൊണ്ട് നമുക്ക് ഈ ഡീല് കിട്ടിയില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ മിന്നിക്കും, അവരെ പൊട്ടിച്ചിരിക്കും. നമുക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നമ്മുടെ കുറേ ഡയമണ്ട്സിൻ്റെ ഡിസൈനുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാളവിക ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുക. ഉണ്ട് സാർ, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മാളവിക എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ വരട്ടെ, മാളവിക കുറച്ച് സമയം ഇവിടെ ഇരിക്കൂ. മാളവികയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ എനിക്കതിൽ പല സന്തോഷമില്ല. വർക്ക് ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ, എനിക്ക് ഒരുപാട് വർക്ക് കിടക്കുകയാണ്, എനിക്ക് പോയി ചെയ്യണം. ഡേവിഡ് സാറ് ആ ഡിസൈനുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അഭി പറയുന്നുണ്ട്, ഡേവിഡ് സാർ പറയുന്നത് മാത്രം കേട്ടാൽ പാടില്ലല്ലോ, ഞാനല്ലേ ഇവിടുത്തെ മാനേജർ, ഞാൻ കൂടി അപ്രൂവ് ചെയ്താലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണേ. അപ്പോഴേക്കുമാണ് ഡേവിഡ് അങ്ങോട്ട് കയറി വരിക. അപ്പോൾ ഡേവിഡ് കയറി വരുമ്പോഴേക്കും ഉടനെ തന്നെ ദേഷ്യപ്പെടുകയാണ് അഭി. എന്താ ഡേവിഡ് സാർ ഇങ്ങനെ കയറി വന്നത്? മാളവിക ഇവിടെ എൻ്റെ റൂമിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഡോർ നോക്ക് ചെയ്യാതെ വന്ന് കയറിയത് എന്തിനാണ് എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുക, അയ്യോ അത് ഞാൻ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വന്നത് അഭി സാറിനോട്. മാളവിക എന്നാൽ മാളവികയുടെ റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറയാം. അപ്പോൾ ഡേവിഡിന് കാര്യം മനസ്സിലായി കേട്ടോ. മാളവികയുമായിട്ട് വല്ലാത്തൊരു രീതിയിലുള്ള അടുപ്പമൊക്കെ അഭി കാണിക്കുന്നുണ്ടെന്നുള്ള രീതി മനസ്സിലായി. അപ്പോൾ മാളവിക പോകാനായിട്ട് എനിക്കിപ്പോൾ അഭി പറയാം, എന്തിനാ ഡേവിഡ് സാറേ, മാളവികയുമായിട്ട് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ എന്നാൽ എൻ്റെ ക്യാബിനിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാം. അപ്പോൾ ഡേവിഡിൻ്റെ നേരെ ദേഷ്യപ്പെടുകയാണ് അഭി. എന്താ ഡേവിഡ് താൻ ഈ കാണിച്ചത്? മാളവികയുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ പുതിയ ഡയമണ്ട്സിൻ്റെയൊക്കെ ഡിസൈനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. താൻ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ വാതിൽ മുട്ടാതെയും പെറുക്കാതെയും കയറി വരരുതെന്ന്? ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഇങ്ങനെ ശല്യപ്പെടുത്താൻ വരാമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഡേവിഡ് പറയാം, വേണ്ട സാറേ, അങ്ങനെയുള്ള കാര്യമൊന്നും വേണ്ട. നവ്യ മേഡം ഇതെങ്ങാനും അറിഞ്ഞാൽ ഇവിടെ കത്തിക്കും. അതുകൊണ്ട് സാറ് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം. മാളവികയും അത്തരക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. തനിക്ക് എങ്ങനെ അറിയാം മാളവിക അത്തരക്കാരിയല്ലെന്ന്? മാളവികയെ ഈ റൂമിലേക്ക് തന്നെ കൊണ്ടുവരണം. എനിക്ക് അവളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. താനിപ്പോൾ എന്തിനാ വലിഞ്ഞു കയറി വന്നത് എന്ന് ചോദിക്കുക. അല്ല, ഞാൻ നമ്മുടെ ഒരു പുതിയ ഡിസൈനുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് പറയാം. താനൊന്ന് പോയി മാളവികയുമായിട്ട് സംസാരിച്ച് വരുമായിരുന്നു പുതിയ ഡിസൈനുകളെ കുറിച്ചൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തിയിരിക്കുന്നു. താൻ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ മാളവികയോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്ന് പറയാണ്. ഡേവിഡിന് നല്ല ദേഷ്യം വരിക. ഡേവിഡ് മനസ്സിലോർക്കുക, ഇവൻ കൊള്ളാലോ, ഇവൻ ആ നവ്യയെ ഇനിയും ചതിക്കും. അല്ല, ഓൾറെഡി ചതിച്ചിരിക്കുക. പല പെൺകുട്ടികളെയും ചതിച്ചിട്ടുള്ളവനാണ് ഇവൻ. ഇനിയിപ്പം മാളവികയായിരിക്കും അവൻ്റെ അടുത്ത ഏര. ആ പെൺകുട്ടിയെയും ചതിക്കും എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് പോകുന്ന വഴി മാളവികയോട് ഡേവിഡ് പറയുന്നുണ്ട്, മാളവികയെ അഭി സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലണം, സാറിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുക. അപ്പോഴേക്കും മാളവിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇവൻ എന്തിനാ എപ്പോഴും എന്നെ വിളിക്കുന്നത്? ഇവൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, നാശം പിടിക്കാൻ. ഇനിയിപ്പം അതിനൊന്നും എതിര് പറയാനും പറ്റില്ലല്ലോ. ഡേവിഡ് എന്തിനാ ഈ അഭിയെ പേടിക്കുന്നത്?
എന്തോ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നിങ്ങനെ മാളവിക ചിന്തിക്കുക. മാളവിക മനസ്സിലോർക്കുക, ഡേവിഡ് എപ്പോഴും അഭിസാറ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. MD എന്തിനാ ഒരു മാനേജരെ സാറെന്ന് വിളിക്കുന്നത്? അതുമാത്രവുമല്ല, അബിയെ പേടിയുള്ള പോലെ തോന്നുന്നു. ഡേവിഡിനോട് അത്ര ബഹുമാനത്തോടു കൂടിയൊന്നുമല്ല അബി പെരുമാറി കണ്ടത്. ഇപ്പോഴും അയാളോട് പറഞ്ഞു വിട്ട് എന്നെ വിളിപ്പിക്കണമെങ്കിൽ അബിക്ക് ഡേവിഡിൻ്റെ മേളിൽ നല്ല അധികാരമുണ്ട്. ഡേവിഡിനേക്കാളും ഇവിടെ അധികാരമുള്ളത് അബി സാറിനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ കളികളുണ്ട്. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് അബിക്കും എന്തൊക്കെയോ പങ്കുകളുണ്ട്. ഇതൊക്കെ ആദർശിനെ അറിയിക്കണം എന്നിങ്ങനെ മനസ്സിൽ ഓർക്കാണ്. എന്നിട്ട് നേരെ അബിയുടെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴേക്കും പിന്നെയും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെല്ലുകയാണ് അബി. അപ്പോഴൊക്കെ മാളവികയ്ക്ക് ഭയങ്കര അലോസരമായിട്ട് തോന്നുക. ആ സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. നവ്യ കയറി വരുമ്പം മാളവികയും അബിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ നവ്യയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നവ്യ മനസ്സിലോർക്കുക, ഇവൻ ഇനി ഈ പെൺകുട്ടിയെ വെറുതെ വിടില്ല. അനഘയ്ക്കും അതുപോലെ എനിക്കും ഒക്കെ ഉണ്ടായതുപോലെ ചതിക്കും ഈ പെൺകുട്ടിയെ. അതിനൊന്നും അവസരം ഇനി ഉണ്ടാക്കി കൊടുത്തുകൂടാ. ഇവൻ ഇനി ഒരു പെണ്ണിനെ പോലും ചതിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നവ്യ മാളവികയോട് ദേഷ്യപ്പെടുക. അല്ല, മാളവികയ്ക്ക് ജോലിയൊന്നുമില്ലേ? എന്തിനാ എപ്പോഴും അബിയുടെ ക്യാബിനിൽ വന്നിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാം. അപ്പം മാളവിക എണീറ്റ് എന്നിട്ട് പറയാം, അയ്യോ മേഡം, അബിസാറിനെ ഡിസൈൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ അബി പറയാം, എന്താ നവ്യ ഇത്? നീ മോശമായിട്ട് സ്റ്റാഫിനോടൊക്കെ പെരുമാറുന്നത്. ആവശ്യമുള്ളതുകൊണ്ടല്ലേ മാളവികയെ ഞാൻ വിളിച്ചത്. ജ്വല്ലറിയുടെ മാനേജറാണ് ഞാൻ. എനിക്ക് പല കാര്യങ്ങളും ഡിസൈനറുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുണ്ടാവും. നീ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇടപെടുന്നത് എന്തിനാ? കുടുംബകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ പോരെ, പിന്നെ ഇവിടെ വന്ന് ഓഫീസിലും കൂടെ ഭരണം തുടങ്ങുകയാണോ എന്ന് നവ്യയോട് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അബി നീ എന്താ പറഞ്ഞത്? ഭരണം തുടങ്ങുകയാണെന്നോ? നീ പെൺകുട്ടിയുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ജോലിയൊക്കെ നടക്കുമെന്ന് ചോദിക്കുക. അപ്പം മാളവിക അറിയാം, അയ്യോ നിങ്ങൾ തമ്മിലൊരു പ്രശ്നമൊന്നും ഉണ്ടാവണ്ട, ഞാനങ്ങ് പോയിക്കോളാന്ന് പറയാണ്. എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാം. അപ്പോൾ അബി നവ്യയുടെ നേരെ ദേഷ്യപ്പെടുക. നവ്യ, ഇത് വളരെ മോശമായിപ്പോയി. ആ പെൺകുട്ടി ഇപ്പം എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചത്? അപ്പം നവ്യ പറയാം, നിന്നെക്കുറിച്ച് പെൺകുട്ടികൾ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഒരു വിചാരം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പം ഞാൻ ഇടപെട്ടതെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് ഇറങ്ങിപ്പോവാ. അപ്പം നവ്യയ്ക്ക് മനസ്സിൽ തോന്നാണ്, ഇവൻ ഇനിയിപ്പം എന്നെയും അനഘയൊക്കെ ചതിച്ചതുപോലെ അടുത്തത് ഇവളെയാണ് വലവീശി പിടിക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടിയെ ചതിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എടാ ദുഷ്ടാ, നിന്നെപ്പോലെ ഒരു ദുഷ്ടൻ്റെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അത് ഞാൻ സഹിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെയൊക്കെ കള്ളത്തരം പുറത്തെടുക്കണം. ആദർശേട്ടനും നയനയൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു വിഷമമുണ്ടല്ലോ, അത് മാറിക്കിട്ടണം. അതിനുവേണ്ടി അവരെ സഹായിക്കണം. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പം വച്ചേക്കേലായിരുന്നു എന്ന് നവ്യ വിചാരിക്കണം. അങ്ങനെ നവ്യ എപ്പോഴും അബിയെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഡേവിഡാണ് ചെന്നിട്ട് നാഗേന്ദ്രയെ കാണുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രയെ കണ്ട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അബിസാറിനെ കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയാം. അല്ല അബിസാറ് സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. തോന്നുന്ന സമയത്ത് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ആ മാളവിക എന്ന് പറയുന്ന പെണ്ണിനെ എപ്പോഴും റൂമിലേക്ക് വിളിച്ചെത്തി സംസാരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് അധികം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതൊക്കെ വളരെ മോശമാണ്. അബിസാറ് പഴയ സ്വഭാവമൊക്കെ ഇറക്കി എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് തോന്നുന്നുണ്ട്. എന്നോടും വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് നാഗേന്ദ്ര സാറ് അബിസാറിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാം, ശരിയാ, അവൻ്റെ സ്വഭാവവും അവൻ്റെ അമ്മയുടെ സ്വഭാവവും ഒരുപോലെയാണ്. അവനെ ഞാൻ ഈ ജ്വല്ലറിയുടെ MD സ്ഥാനത്തൊന്നും ഇരുത്താൻ പോകുന്നില്ല. കൂടുതൽ അധികാരങ്ങൾ ഞാൻ എൻ്റെ മോൾക്കേ കൊടുക്കുള്ളൂ, എൻ്റെ അവന്തിക മോക്ക്. പിന്നെ ഇവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് വേണം ഇവന് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കാൻ. ഇവൻ്റെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാവുന്നതാ. തന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തനിക്ക് എന്തെങ്കിലും വിഷമമായെന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, അവൻ അങ്ങനെയാ. അവനെ അവൻ്റെ അമ്മയല്ലേ വളർത്തി വലുതാക്കിയത്. അതിൻ്റെ എല്ലാ ഗുണദോഷങ്ങളും അവനുണ്ട് എന്ന് പറയാം. ഞാൻ അവനെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഡേവിഡ് വീഡിയോ കോൾ ചെയ്യുകയാണ് അബിയെ. അങ്ങനെ അബി ഓഫീസിൻ്റെ വെളിയിൽ ക്യാബിനിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് വീഡിയോ കോള്. അപ്പോൾ അബി മനസ്സിലോർക്കും, ഇതെന്താ അച്ഛൻ ഇപ്പോൾ വിളിക്കുന്നത്? എന്താ കാര്യം അച്ഛൻ ഇപ്പോൾ വിളിക്കാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക. എന്നിട്ട് കോൾ എടുക്കുകയാണ്. അപ്പോൾ ആരും അവിടെയെങ്ങും ഇല്ല. അതേസമയം നവ്യാണെങ്കിൽ അങ്ങോട്ട് കോറിഡോറിൻ്റെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഡോറ് തുറന്ന്. അപ്പോഴാണ് അബി ഇങ്ങനെ നിന്നിട്ട്, അച്ഛ എന്താ അച്ഛ എന്ന് ചോദിക്കുന്നത്. അപ്പോഴേക്കും നവ്യ മനസ്സിലാലോചിക്കുക, അച്ഛനോ? ഇവൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പോയതല്ലേ, പിന്നെ ഇപ്പോൾ ഇത് ഏത് അച്ഛനാ? ഇനി അച്ഛൻ തിരിച്ചു വന്നോ? എന്നേരം നാഗേന്ദ്ര പറയുന്നുണ്ട്, അല്ല അബി, എന്താ അവിടെ പ്രശ്നം? എന്താ സ്റ്റാഫൊക്കെ ആയിട്ട് എന്തോ ഉടക്കായിരുന്നെന്നോ, ആ മാളവികയെ എപ്പോഴും റൂമിലേക്ക് വിളിക്കുന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. ഓഹോ, അപ്പം അതെല്ലാം ഡേവിഡ് വന്ന് അച്ഛനോട് പറഞ്ഞല്ലേ? കൊള്ളാം, അയാൾ ചില്ലറക്കാരനല്ലല്ലോ. എനിക്കും എൻ്റേതായ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ? അയാൾ എന്തിനാ എൻ്റെ ഭരിക്കാൻ വരുന്നത്?
അച്ഛൻ്റെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ അയാൾ, എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ടെന്നൊന്നും പറയണം. മാളവികയോട് ഞാൻ സംസാരിച്ചെങ്കിൽ അത് ഡിസൈൻ്റെ കാര്യത്തെക്കുറിച്ചാണ്, അല്ലാതെ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ നോക്കുകയാണ്, ഇത് ആരുടെ ഇത് പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. സംഭവങ്ങളെല്ലാം കൂടെ എന്തൊക്കെയോ കണക്ഷൻ പോലെ നവ്യയ്ക്ക് തോന്നുക. നവ്യ അത് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് മനസ്സിൽ വിചാരിക്കുക, അപ്പോൾ ഇവൻ്റെ അച്ഛൻ നാഗേന്ദ്രയാണോ? നാഗേന്ദ്രയാണല്ലോ ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ഈ നാഗേന്ദ്ര തന്നെയായിരിക്കും AN ജ്വല്ലറിയുടെ MD. ചുമ്മാതല്ല ഇവനെ ഇവിടെ ഇത്ര പരിഗണന കൊടുക്കുന്നത്. നാഗേന്ദ്രയായിരിക്കണം അപ്പോൾ അനന്തപുരി തറവാടിനെതിരെയും മൂർത്തീസ് ജ്വല്ലറിക്കെതിരെയും ഈ കളിക്കുന്നത്. പഴയ വൈരാഗ്യം വെച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതൊക്കെ ആദർശേട്ടനെ അറിയിക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശിനെ ഈ വീഡിയോ കോൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കേട്ടോ നവ്യ. അങ്ങനെ നല്ല അടിപൊളി ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.